ഇറാനെതിരെ നാളെ വീണ്ടും സൈനികാക്രമണം തുടങ്ങുമെന്ന് അമേരിക്ക പറഞ്ഞിരുന്നു. എന്നാൽ അത് തൽക്കാലം മാറ്റിവെച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യൽ എഴുതിയിരിക്കുന്നു. അത് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യയും അതുപോലെ UAEയും ഖത്തറും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഇറാൻ തിരിച്ചാക്രമിക്കുന്ന ഗൾഫ് നാടുകളെയും അവിടെയുള്ള സൈനിക കേന്ദ്രങ്ങളെയാണെന്ന് ഗൾഫ് നാടുകൾക്ക് അറിയാവുന്നതുകൊണ്ട് അവരുടെ സമ്മർദ്ദം കൊണ്ടാണ് ഇനി അത് മുഖം സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നതാണോ എന്നറിയില്ല. എന്തായാലും തൽക്കാലം മാറ്റിവെച്ചു. ഇറാൻ നേരെ വരുന്നില്ലെങ്കിൽ വീണ്ടും ആക്രമണം അഴിച്ചുവിടും എന്നുള്ള ഭീഷണിയും അതിൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട്. മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. മധു, തിരുവനന്തപുരത്തെ മ്യൂസിയത്തിൽ നിന്നാണ് ഈ തത്സമയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എന്താണ് നമ്മുടെ സാക്ഷാൽ രാഷ്ട്രപതി പറയുന്നത്? നമ്മുടെ മതമൈത്രിയുടെ ഏറ്റവും നല്ല ഫ്രെയിം പാളയത്തെ പള്ളിയും അമ്പലവും മസ്ജിദും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് ലോകത്തൊരു ഒരിടത്തും നമുക്ക് ആ ഒറ്റ ഫ്രെയിമിൽ ആ കാഴ്ച കാണാൻ സാധിക്കത്തില്ല. പറയും അത് പശ്ചിമേഷ്യയിൽ ഈ വാർത്തയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശനം കഴിഞ്ഞതോടുകൂടി ഷി ജിൻപിങ്ങിന്റെ കയ്യിൽ നിന്ന് ചില ഉറപ്പുകൾ ലഭിച്ചതായിട്ട് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇറാന് ആയുധം ഒരു കാരണവശാലും നൽകില്ല എന്ന് ചൈനയുടെ കയ്യിൽ നിന്ന് ഒരു ഉറപ്പ് നേടിയായിരുന്നു. അതുമാത്രമല്ല, നമ്മൾ തന്നെ പിന്നീടുള്ള ലൈവുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡൊണാൾഡ് ട്രംപ് സൈനിക ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് തുടർച്ചയായിട്ട് ചൈനയിൽ നിന്ന് എത്തിയതിനു ശേഷം ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരു സൈനിക നീക്കത്തിന്റെ ഒരു മണം വാഷിംഗ്ടണിൽ നിന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ്. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഇന്ന് രാത്രിയിൽ ഇറാനെ ആക്രമിക്കുവാനായിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു. പക്ഷേ അടിയന്തരമായിട്ട് സൗദിയും UAEയും അതുപോലെ മറ്റ് അറബ് രാജ്യങ്ങളും ഒക്കെ ഇടപെട്ടത് കൊണ്ട് തൽക്കാലത്തേക്ക് ഇത് മാറ്റിവെക്കുകയാണ്. അതുമാത്രമല്ല, ഇറാനുമായിട്ട് വലിയ തോതിൽ ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അതുമാത്രമല്ല, ഇറാൻ വാഷിംഗ്ടണിലേക്ക് ഒരു പ്രപ്പോസൽ അയച്ചതായിട്ടും ഉള്ള വാർത്തകളും വരുന്നുണ്ട്. ഇന്ന് രാവിലെ ഒരു ആരോഗ്യ പരിപാടിയിൽ മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 2-3 ദിവസത്തേക്ക് ഇറാനെ ആക്രമിക്കുന്നതിനായിട്ട് അമേരിക്ക സജ്ജമാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പിന്മാറുകയാണെന്നാണ് ട്രംപ് പറയുന്നത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.